Hello friends, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ. നമ്മൾ എടുത്തിട്ടുള്ളത് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ടാംപ്ഡ് ഓസിലേറ്ററി റെസ്പോൺസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സിസ്റ്റത്തിലെ റെസ്പോൺസിൽ സെവറൽ ഓസിലേഷൻസ് ഉണ്ട് അല്ലെ, കാണിച്ചിട്ടുണ്ട് നമ്മൾ. ആ ഓസിലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ അത് സ്റ്റഡി സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിവിടെ 1 എന്ന് പറയുന്നത്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ടൈമുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടി ഡി, ടി ആർ, ടി പി ആൻഡ് ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ ടൈം, റൈസ് ടൈം, പീക്ക് ടൈം ആൻഡ് സെറ്റിലിംഗ് ടൈം. അപ്പോൾ ഇതൊക്കെയാണ് ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഡെഫിനീഷൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ നമുക്ക് ഫസ്റ്റ് ഡിലേ ടൈം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഈ റെസ്പോൺസ് 0-ൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ 0.5 ഉണ്ടല്ലോ, അതിലേക്ക് എത്താനെടുത്ത ടൈം, അതിനാണ് നമ്മളവിടെ ടി ഡി എന്ന് പറയുന്നത്. അവിടെ 0.5 മീൻസ് എന്താണ്? ഹാഫ് ഓഫ് റെസ്പോൺസ്, അതിൽ 50% ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. അപ്പൊ ഈ 1 ആണ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ പകുതിയിലേക്ക് എത്താനെടുത്ത ടൈം, അതിനാണ് നമ്മളവിടെ ഡിലേ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് ഹാഫ് ഓഫ് ഇറ്റ്സ് ഫൈനൽ വാല്യൂ ഫ്രം ദ 0 ഇൻസ്റ്റന്റ്. സോ അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ടി ഡി ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0.7 സീറ്റ ബൈ ഒമേഗ എൻ. സീറ്റ എന്ന് പറയുന്നത് ഡാമ്പിംഗ് റേഷ്യോ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി സെക്കൻഡ് വൺ റൈസ് ടൈം. റൈസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ 1 ഉണ്ടല്ലോ, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ടൈം ഇൻസ്റ്റന്റ് ആണ് ഇവിടെ ടി ആർ എന്ന് പറയുന്നത്. അതായത് ഈ റെസ്പോൺസ് 0-ൽ നിന്ന് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം 100% ഓഫ് റെസ്പോൺസ്, അതായത് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിലേക്ക് എത്താൻ എടുത്ത ടൈം ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്നതാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. അതൊരു അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ. അതാണ് അവിടെ ഫസ്റ്റ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ റെസ്പോൺസ് ടു റൈസ് ഫ്രം 0 to 100% ഓഫ് ഇറ്റ്സ് ഫൈനൽ വാല്യൂ ഇൻ കേസ് ഓഫ് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. ഇനി അത് തന്നെ ഓവർ ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ 10 to 90% ഓഫ് റെസ്പോൺസ് ആണ് നമ്മൾ നോക്കുക. ആൻഡ് ആ 90% എത്താനത്തെ ടൈമാണ് നമ്മളവിടെ ടി ആർ ആയിട്ട് എടുക്കുക. ആൻഡ് ഇൻ കേസ് ഓഫ് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അങ്ങനെയുള്ള സിസ്റ്റം ആണെങ്കിൽ അവിടെ 5 to 95% ഓഫ് റെസ്പോൺസിലേക്ക് എത്താൻ എടുത്തിട്ടുള്ള ടൈമിനെയാണ് നമ്മളവിടെ റൈസ് ടൈം ആയിട്ട് എടുക്കുക. അപ്പം അതിന്റെ ഇക്വേഷൻ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ആർ ഇസ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ ബൈ ഒമേഗ ഡി. അതിൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അതിൽ അഡ്ജസന്റ് സൈഡ് സീറ്റ ആയിട്ട് കൊടുത്തു ആൻഡ് ഹൈപ്പോട്ടനസ് 1 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് √1 മൈനസ് സീറ്റ സ്ക്വയർ ആവും. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതോറസ് തിയറം അനുസരിച്ചിട്ട് √1 മൈനസ് സീറ്റ സ്ക്വയർ ആണ്. ആൻഡ് ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ നമുക്ക് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എഴുതാം. അതായത് √1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ സീറ്റ വരും അല്ലെ. ഇനി നമ്മളവിടെ ടി ആർ ഇസ് ഈക്വൽ ടു പൈ മൈനസ് തീറ്റ ബൈ ഒമേഗ ഡി. ഈ തീറ്റയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടാൻ ഇൻവേഴ്സ് √1 മൈനസ് സീറ്റ സ്ക്വയർ ബൈ സീറ്റ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇനി അത് അവിടെ ഒമേഗ ഡി ആണ് നമുക്ക് ഡിനോമിനേറ്ററിൽ ഉള്ളത് അല്ലെ. ഈ ഒമേഗ ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഡാംപ്ഡ് ഫ്രീക്വൻസി ആണ് അല്ലെ. അപ്പൊ ഡാംപ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒമേഗ എൻ ഇൻറ്റു √1 മൈനസ് സീറ്റ സ്ക്വയർ, അതാണ് ഒമേഗ ഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും, സീറ്റും ഒമേഗ എന്നും തന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളവിടെ റൈസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പീക്ക് ടൈം. പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്പോൺസ് ഉണ്ടല്ലോ 0-ൽ നിന്നിട്ട് തുടങ്ങിയിട്ട് അതിന്റെ മാക്സിമം പീക്കിലേക്ക് എത്താനെടുത്തിട്ടുള്ള ആ ടൈം, അതിന് നമ്മളോട് ടി പി എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം പീക്ക് നമ്മൾ അതിനെ പറയുന്നത് പീക്ക് ഓവർഷൂട്ട് എന്നാണ് നമ്മളവിടെ പറയുന്നത്. അപ്പൊ പീക്ക് ഓവർഷൂട്ടിലേക്ക് എത്താനെടുത്ത ടൈം. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് ദ പീക്ക് വാല്യൂ ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഫസ്റ്റ് ടൈം അതിന്റെ പീക്ക് വാല്യൂക്ക് എത്താനെടുത്ത ടൈം. or it is the time taken by the response to reach the peak overshoot. പീക്ക് ഓവർഷൂട്ട് എന്ന് പറയും. അപ്പൊ അതിലേക്ക് എത്താനെടുത്ത ടൈമാണ് നമ്മുടെ ടി പി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓവർഷൂട്ട് ഇതിന് ശേഷമാണ് ഈ റെസ്പോൺസ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? ടി പി ഇസ് ഈക്വൽ ടു പൈ ബൈ ഒമേഗ ഡി. പീക്ക് ടൈം എന്ന് പറയുന്നത്, ഒമേഗ ഡി എന്ന് പറയുന്നത് ഡാംപ്ഡ് ഫ്രീക്വൻസിയാണ് ഓസിലേഷന്റെ. അപ്പൊ ഒമേഗ ഡി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഒമേഗ √1 മൈനസ് സീറ്റ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ടി പി കിട്ടും. ഇതാണ് പീക്ക് ടൈമിന്റെ ഇക്വേഷൻ.
ഇനി അടുത്തത് പീക്ക് ഓവർഷൂട്ട്. അപ്പൊ പീക്ക് ഓവർഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിമം പീക്ക്, ഇതാണ് മാക്സിമം പീക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ വാല്യൂവും അതുപോലെ ഈ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ, അപ്പൊ അത് തമ്മിലുള്ള റേഷ്യോ ആണ്. മാക്സിമം പീക്ക് വാല്യൂസ് മെഷർഡ് ഫ്രം ദ ഫൈനൽ വാല്യൂ. അതായത് ഈ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഇതല്ല, അപ്പൊ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ അവിടെ എന്താണ് ഈ മെഷർ ചെയ്യണത് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ കണ്ട ഈ MP എന്ന് പറയുന്നത്, അപ്പൊ അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓവർഷൂട്ട് ഈക്വൽ ടു, അതായത് നമ്മൾ ഈ പീക്ക് ഓവർഷൂട്ട് നമ്മൾ മെഷർ ചെയ്യണത് പെർസെൻറ്റേജിലാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്, പെർസെൻറ്റേജ് MP is equal to e raised to minus theta pi by root of 1 minus theta square into 100. ഇതാണ് ഇക്വേഷൻ. ഇനി അടുത്തത് സെറ്റിലിംഗ് ടൈം. അപ്പൊ സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്പോൺസ് ഉണ്ടല്ലോ, ഓവർഷൂട്ട് ചെയ്തതിന് ശേഷം സെവറൽ ഓസിലേഷൻ ഉണ്ടാവും. അതിനുശേഷം ഈ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് കുറെ ടൈം കഴിയുമ്പോൾ അത് എത്തും. അപ്പൊ ഈ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്താൻ എടുത്തിട്ടുള്ള ആ ഒരു ടൈം, അതിന് നമ്മളവിടെ TS, അതായത് സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. അതൊരു ടോളറൻസ് ബാൻഡ് ഉണ്ട് 2 to 5%. അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണ് റെസ്പോൺസ് എത്തിച്ചാൽ മതി. അതിന് നമുക്ക് സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇറ്റ് ഇസ് എ ടൈം required for the response to reach the steady state value and stay within the specified tolerance bands. ഇതാണ് ടോളറൻസ് ബാൻഡ് എന്ന് പറയുന്നത്, 2 to 5% around the final value. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത്, TS is equal to log of percentage error by theta omega n. അപ്പൊ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2% ഉണ്ട്, അതുപോലെ 5% ഉണ്ട് അല്ലെ. ഇപ്പൊ 2% ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വരുന്നത് 4 theta omega n ആണ്. അതിൽ 1 theta omega എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ടൈം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് എഴുതാം, 4t എന്ന് എഴുതാം. ഇനി അത് തന്നെ നമുക്ക് 5% ആണ് അവിടെ എറർ വരണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ TS is equal to 3 theta omega n, അതായത് 3t നമുക്ക് അവിടെ കൊടുക്കാം. അതായത് ഇവിടെ ടൈം കോൺസ്റ്റന്റ് 1 theta omega n ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാനായിട്ട് കാരണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്.